ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെ അനുഗ്രഹീതമായ ഒരു വലിയ നോമ്പിൻ്റെ ധ്യാനാത്മകമായ അനുഭവത്തിലൂടെയുള്ള യാത്രയാണ്. പകുതിയിലേറെ നാം യാത്ര ചെയ്ത് ഇനിയും ഒരാഴ്ചക്കാലം മാത്രം ബാക്കി നിൽക്കെ ഈ നോമ്പിൻ്റെ യാത്രയിൽ നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ തക്കവണ്ണം ഇടയാകണം. അതിനുശേഷം വരുന്ന ഒരാഴ്ചക്കാലം കർത്താവിൻ്റെ പീഡാനുഭവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ ധ്യാനിക്കുവാനും അതിലൂടെ പെസഹ പെരുന്നാളിൻ്റെ അനുഭവത്തിലൂടെ വലിയ ഉയർപ്പ് പെരുന്നാളിലേക്കുള്ള യാത്രയാണ്. ജീവിതമേ ഒരു യാത്രയാണ്. എല്ലാ യാത്രയ്ക്കും ഒരു ലക്ഷ്യമുണ്ട്. അത് ഭൗതികമായ യാത്രയാണെങ്കിലും ആത്മീയമായ യാത്രയാണെങ്കിലും അതിന് ലക്ഷ്യമുണ്ടാകണം. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ: ജീവിത യാത്രക്കാര നിൻ കാലടികൾ എങ്ങോട്ട്, നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിന്റെ മുൻപിലെന്ത്. ഭൗതികമായ യാത്രയിൽ പലപ്പോഴും നമുക്ക് പല ലക്ഷ്യങ്ങൾ കണ്ടേക്കാം. എന്നാൽ നിന്റെ ആത്മീയമായ യാത്രയിൽ നാം ഏത് പാതയിലാണ്? നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ തക്കവണ്ണമുള്ള സമയമാണ് ഈ പരിശുദ്ധ വലിയ നോമ്പ്. നോമ്പ്, ഉപവാസം എപ്പോഴും കർത്താവിനോട് ചേർന്ന് അല്ലെങ്കിൽ കർത്താവിനോടൊപ്പം നടക്കുന്ന അനുഭവമാണല്ലോ, അതിനുള്ള സമയവുമാണല്ലോ. ഇങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇന്ന് നിങ്ങളോടൊപ്പം ധ്യാനിപ്പാൻ തക്കവണ്ണം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം. വിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 21 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. സംഭവം നമുക്കറിയാം. കർത്താവ് യാത്ര ചെയ്യുമ്പോൾ അക്കരെ ചെന്ന് ഒരാള് കർത്താവിനെ കാണുവാനായിട്ട് ഓടി വരുന്നുണ്ട്. യായിറോസാണ്. തൻ്റെ കൊച്ചുമകൾക്ക് ദീനം വളരെ കൂടിയിരിക്കുന്നു, സൗഖ്യം നൽകണം. അതാണ് ആ മനുഷ്യന്റെ ആഗ്രഹം. കർത്താവ് സമ്മതിച്ചു. അങ്ങനെ യാത്ര ആരംഭിക്കുമ്പോൾ യാത്രയിൽ ഒരു വലിയ പുരുഷാരം തന്നെ കർത്താവിനോട് ചേർന്ന് നടക്കുന്നുണ്ട്. തിക്കും തിരക്കുമാണെന്ന് ആ വേദഭാഗം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു സ്ത്രീ കർത്താവിനെ തൊടുകയാണ്, സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി കർത്താവ് ചോദിക്കുന്നുണ്ട്, എന്നെ തൊട്ടതാര്? പിന്നെ പറയുന്ന മറുപടിയും സംഭവമൊക്കെ നമുക്കറിയാമല്ലോ, വിവരിക്കേണ്ടതായ ആവശ്യമില്ല. ഈ യാത്രയിൽ എത്ര തിക്കും തിരക്കും ഉണ്ടായാലും കർത്താവിനെ ഒന്ന് തൊടാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ കർത്താവിനെ തിക്കും തിരക്ക് തൊട്ടു നടക്കുകയാണെന്നാണ് നമ്മുടെ വിചാരം. നോമ്പുണ്ട്, ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, കുമ്പിടിയിലുണ്ട്, ഭക്ഷണം വർജിക്കുന്നുണ്ട്, എല്ലാമുണ്ട്. ഇപ്പം നമ്മൾ കർത്താവിനോട് ചേർന്നാണ് നടക്കുന്നതാണ് നമ്മുടെ വിചാരം. പക്ഷേ കർത്താവിനെ യഥാർത്ഥമായി നമുക്ക് തൊടാനായിട്ട് സാധിക്കുന്നുണ്ടോ? നാം തൊട്ടത് കർത്താവിന് മനസ്സിലാകുന്നുണ്ടോ? എന്നെ ആരാ തൊട്ടതെന്നൊന്ന് ചോദിക്കാനായിട്ട് ഞാൻ കർത്താവിനെ തൊട്ടു, അയ്യോ ഞാനാണ് കർത്താവിനെ തൊട്ടത് എന്നൊന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ സ്ത്രീക്ക് മാത്രമാണ് ആ കർത്താവിനെ ഒരുപാട് പേര് തിക്കും തിരക്കുമായി തൊടുന്നുകൊണ്ട് മുട്ടിയാണ് നടക്കുന്നത്. പക്ഷേ സ്ത്രീയുടെ ആ സ്പർശനം കർത്താവിനെ മനസ്സിലാക്കി കർത്താവിൽ നിന്ന് അനുഗ്രഹം അവൾ പ്രാപിച്ചു. ഈ നോമ്പിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുതന്നെയാണ്. എനിക്കും കർത്താവിനെ ഒന്ന് യഥാർത്ഥമായി ഒന്ന് തൊടുവാനായിട്ട് സാധിക്കണം. എങ്കിൽ നമ്മുടെ സ്പർശനം കർത്താവിനെ മനസ്സിലാകണം. കർത്താവ് നമ്മളോട് ചോദിക്കണം, ഇവൻ തൊട്ടത് എന്തിനാണെന്ന്. അതുപോലെ തന്നെയാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ക്രിസ്തുവിന്റെ അനുയായി എന്ന നിലയിൽ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും മറ്റുള്ളവരും ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിന്റെ ഒരു സ്പർശനം നമ്മിലൂടെ ഒന്ന് വ്യാപരിക്കുവാൻ തക്കവണ്ണം. അവർ വന്ന് നമ്മളെ സമീപിക്കുമ്പോൾ, നമ്മളെ ഒന്ന് തൊടാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, എന്തെങ്കിലും ആവശ്യമായി വരുമ്പോൾ നമ്മുടെ റിയാക്ഷൻ എന്താണ്? അത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഈ നോമ്പിന്റെ കാലത്തിൽ നമുക്ക് ദൈവത്തെ ഒന്ന് തൊടാന്, കർത്താവിനെ ഒന്ന് തൊടാന്, അത് കർത്താവിന് ഇവൻ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് അനുതപിച്ച് ഇവൻ എന്നെ യഥാർത്ഥമായി തൊടുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കണം. അതിനുശേഷമാണല്ലോ യായിറോസിന്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ വരുന്ന വഴിക്ക് തന്നെ മനസ്സിലായി, അറിയിച്ചു ആ മകൾ മരിച്ചുപോയി എന്ന്. പക്ഷെ കർത്താവ് യാത്ര ചെയ്ത് ആ ഭവനത്തിലെത്തി. അവിടെ ഒരുപാട് പേര് വിഷമിച്ച് നിൽക്കുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, അവൾ മരിച്ചിട്ടില്ല,
ഉറങ്ങുകയാണ്. അവിടെ കർത്താവ് അവിടെ അടുക്ക ചെന്നിട്ട് അവളെ വിളിച്ച് ഉയർപ്പിക്കുന്നുണ്ട്. ബാല എഴുന്നേൽക്ക എന്ന് പറയുമ്പോൾ അവിടെ അവളെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പലപ്പോഴും പാപത്തിൽ നാം വീണുപോയി മരിച്ച അനുഭവത്തിലാണെങ്കിലും നമുക്കൊരു ഉയർപ്പിന്റെ സാധ്യത ഈ നോമ്പിലുണ്ട് എന്ന് ഈ യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചതിലൂടെ കർത്താവ് നമ്മളോട് പറയുക. പാപത്തിൽ മരിച്ചു എന്നാണ് നമ്മൾ ഇനി ഒരു രക്ഷയില്ല, നമുക്ക് എഴുന്നേൽപ്പില്ല എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ഇവൻ മരിച്ചിട്ടില്ല, നീ മരിച്ചിട്ടില്ല, നീ ഉറങ്ങുകയാണ്, നിനക്കൊരു ഉയർപ്പ്, ഒരു എഴുന്നേറ്റ് വരവ് സാധ്യമാണ് എന്ന് ഒരു വലിയ പ്രത്യാശയുടെ അനുഭവം ഈ സംഭവത്തിലൂടെ കർത്താവ് നമുക്ക് തരികയാണ്. അതുകൊണ്ട് എഴുന്നേൽക്ക എന്ന് പറയുമ്പോൾ മകളെ നീ എഴുന്നേൽക്ക്, നിന്നെ ഞാനുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഈ നോമ്പിലും ഇടയാകുമ്പോഴാണ് യഥാർത്ഥമായി നോമ്പിന്റെ അനുഭവം നമുക്ക് യാഥാർത്ഥ്യമായി തീരുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ സ്പർശനം നമ്മൾ അനുഭവിപ്പാൻ തക്കവണ്ണം നമ്മളെ ആരെങ്കിലും സമീപിക്കുമ്പോൾ നാമും അതിന് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. ഞാൻ പാപത്തിൽ മരിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു വിടുതൽ കർത്താവ് നമുക്ക് നൽകുവാനുള്ള ഒരു പ്രത്യാശ ഈ നോമ്പിന്റെ അനുഭവത്തിൽ നമുക്കുണ്ടാകുന്നുണ്ട്. ആയതുകൊണ്ട് ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് നോമ്പിന്റെ ഇനിയുള്ള ദിവസങ്ങളിലും ആത്മാർത്ഥമായിട്ട് ഈ ക്രൂശിങ്കിലേക്ക് നോക്കി ഗോഗുൽത്തായിൽ സ്ഥാപിച്ചിരിക്കുന്ന ആ കുരിശിലേക്ക്, സ്ലീബായിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർപ്പിച്ച് ഉയരങ്ങളിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിലേക്ക് യാത്രയാകാം. ആ യാത്ര അനുഗ്രഹകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.